ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്, പുതിയൊരു ട്രേഡിംഗ് വീക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഇയർ ഞാൻ വിഷ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് മാർക്കറ്റിലേക്ക് പോകാം. അപ്പോൾ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് എല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരും ലേസി വീക്കായിട്ട് മാറാതെ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള വീക്കായിട്ട് മാറട്ടെ. അപ്പോൾ നമുക്ക് ടോട്ടലി ഉള്ള ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പം ട്രേഡ് ചെയ്യുന്നത് അല്പം പോസിറ്റീവായിട്ടാണ്. ആൻഡ് S&P 500 നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണെങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ക്രിസ്മസിന് ശേഷം ക്ലോസിങ്ങിന് ശേഷം നോക്കുമ്പോൾ അത്യാവശ്യം ബുള്ളിഷ് ക്ലോസിങ്ങിലും നിഫ്റ്റി ഇപ്പം ട്രേഡ് ചെയ്യുന്നത് അത്യാവശ്യം ബുള്ളിഷ് പ്രസൻസിലാണ് ട്രേഡ് ചെയ്യുന്നത്. 20 പോയിൻറ്റ്സ് അപ്സൈഡ് ആണ്. സോ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു ചെറിയ ഗ്യാപ്പ് അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ജാപ്പനീസ് മാർക്കറ്റ് നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ സ്ട്രേറ്റ് ടൈംസും ഹാങ്സങ്ങും നോക്കുകയാണെങ്കിലും ബുള്ളിഷ് ആണ്. ആൻഡ് തായ്വാൻ വെയ്റ്റഡ് ഒരു ന്യൂട്രലിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി ഒരു ചെറിയ ഒരു ഗ്യാപ്പ് അപ്പ് ഓർ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ ഒരു പോസിബിലിറ്റി നമുക്കിവിടെ നിലവിൽ കാണാം. ഇപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസിൻ്റെ കാര്യം നമ്മൾ ലാസ്റ്റ് സ്വിംഗ് ട്രേഡിംഗ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം നമുക്ക് ആ ഒരു വ്യൂ കണ്ടിന്യൂ ചെയ്യാം. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നിലവിൽ മാർക്കറ്റിന് ഡിമാൻഡ് എടുക്കാൻ സാധ്യതയുള്ള സോൺസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 25,980 ആൻഡ് 25,707 ഈ രണ്ട് സോൺസും മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യും. അല്ലാത്ത പക്ഷം മാത്രം നമ്മളൊന്ന് താഴത്തെ ലെവൽസിലേക്ക് ചിന്തിച്ചാൽ മതി. മാർക്കറ്റ് അത്യാവശ്യം ഡൗൺ സൈഡ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ താഴത്തെ ലെവൽസ് എവിടെയൊക്കെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിഫ്റ്റി നമ്മൾ വീക്ക്ലി വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആ ഒരു വ്യൂ കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഈ ഒരു ഭാഗങ്ങളിലെ പ്രൈസ് ആക്ഷൻ കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഈ ഒരു ഏരിയാസ് എല്ലാം കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ പുതിയൊരു വ്യൂ നമുക്ക് എന്താ പറയുക വയ്ക്കാം. അപ്പോൾ അതുവരേക്കും എന്താ പറയുക ഒന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയാസിൽ ഹോൾഡ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഉള്ള ഒരു സമീപനത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ന്യൂസസ് നോക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലും വലിയ ന്യൂസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചധികം ന്യൂസസ് ഉണ്ട്. അപ്പം നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ കൊഫോർജ് ഒരു അക്യൂർമെൻറ്റ് ഡിസിഷനായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. എൻകോറ ഫ്രം അഡ്വൻ ഇൻ്റർനാഷണൽ എന്ന കമ്പനിയെ കുറച്ച് ഷെയർ ഹോൾഡിംഗ് 100% ഷെയർ ഹോൾഡിംഗ് അവർ അക്യൂർ ചെയ്യുന്നതിന് ഭാഗമായിട്ടുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് വൈസ്രോയ് ഹോട്ടൽസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു ചെറിയ ന്യൂസ് ഉണ്ട്. അപ്പം ഷെയർ ഹോൾഡേഴ്സ് ഓഫ് വൈസ്രോയ് ഹോട്ടൽസ് SLN ടെർമിനസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്ന കമ്പനിയിൽ നിന്ന് 26 കോടി രൂപയ്ക്ക് ഫുള്ളി ടോട്ടൽ അക്വയർമെൻറ്റിനുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ ഉള്ള പ്രധാന ന്യൂസ് എന്ന് പറയുന്നത് ഡെപ്പോ ഗ്രാഫൈറ്റ് വാൻഡിയം ബ്ലോക്ക് അണ്ടർ ദ ക്രിട്ടിക്കൽ മിനറൽ ഓപ്ഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബിഡിൽ വേദാന്തയ്ക്ക് സക്സസ്ഫുൾ ബെഡറായിട്ട് വേദാന്തയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സോ വേദാന്തയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസാണ്. പിന്നെ അവൻടെലിന് ഒരു ന്യൂസ് ഉണ്ട്. അവൻടെലിന് ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു കോൺട്രാക്റ്റ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 4.16 കോടിയുടെ ഒരു കോൺട്രാക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സോളാർ വേൾഡ് എഞ്ചിനീയറിംഗ് സൊല്യൂഷന് ലെറ്റർ ഓഫ് അവാർഡ് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് അത് മോസ്റ്റ്ലി ഒരു 725 കോടിയുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ലെറ്റർ ഓഫ് അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ചധികം പോസിറ്റീവ് ന്യൂസസ് ഉണ്ട്. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ഫ്രോഡുലൻ ബൊറോവൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2,434 കോടിയുടെ ഒരു ഫ്രോഡുലൻ ആക്ടിവിറ്റിയാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രൊമോട്ടേഴ്സ് ഓഫ് SREA എക്യുപ്മെന്റ് ഫിനാൻസ് ആൻഡ് SREA ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് എന്ന കമ്പനികൾക്കെതിരെ അവരുടെ പ്രൊമോട്ടേഴ്സിനെതിരെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം കുറച്ചധികം ന്യൂസസ് ഇങ്ങനെ നിലവിൽ മാർക്കറ്റിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. പിന്നെ NBCC ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഗവൺമെൻറ് ഓഫ് NCT ഓഫ് ഡൽഹിയും NBCCയുമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് ആയിട്ടുണ്ട്. അപ്പം അവിടെ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളുടെ പേരിലുള്ള ഒരു കാര്യങ്ങളിൽ ഒരു ചെറിയ തീരുമാനമായെന്ന് കരുതാം. പിന്നെ വിക്രാൻ എഞ്ചിനീയറിംഗിനാണ് ലെറ്റർ ഓഫ് അവാർഡ്സ് ഫോർ ദ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന MB ഊർജ്ജസ്വിക നിഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ലെറ്റർ ഓഫ് അവാർഡ് അവർക്ക് ഏകദേശം റിസീവ് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റൈലം ഇൻഡസ്ട്രി ഒരു നിങ്ങളെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും ലാസ്റ്റ് മിനിറ്റിൽ. പക്ഷേ സ്റ്റൈലം ഇൻഡസ്ട്രീസിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൈമൊളി വന്ന ശേഷം എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. ഐക്ക കോഗിയോ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ്ലി സ്റ്റൈലം ഇൻഡസ്ട്രിയിൽ 44 ലക്ഷം ഷെയർ സെക്യൂർ ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ലാസ്റ്റ് മിനിറ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ GE ഷിപ്പിംഗ് ഹാസ് കോൺട്രാക്റ്റഡ് ടു സെൽ ഇറ്റ്സ് 2002 ബിൽഡ് എ വെരി ലാർജ് ഗ്യാസ് കാരിയർ. അപ്പം
GE ഷിപ്പിംഗ് കമ്പനി അവിടെ ഒരു ഗ്യാസ് കാരിയർ വിൽക്കാനായിട്ട് ഉള്ള ഒരു തീരുമാനമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു തേർഡ് പാർട്ടിക്ക്. അപ്പം അതിൻ്റെ ന്യൂസസും ഇപ്പം GE ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ന്യൂസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് പുതിയൊരു ട്രേഡിൻ്റെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ അഗ്രസീവ് ആവാതെ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ വാച്ച് ചെയ്ത ശേഷം മാത്രം ട്രേഡിംഗ് ഡിസിഷൻസ് കണ്ടിന്യൂ ചെയ്തെടുക്കാം. ഓക്കെ, തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അഗ്രസീവായ നമ്മുടെ ഡിസിഷൻസ് തെറ്റും. സോ നമുക്ക് വാച്ച് ചെയ്യാം, മാർക്കറ്റ് പെർഫോം ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുൻപോട്ട് ചെയ്യാം. ഓക്കെ, സോ അടുത്ത സെഷനുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.